ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മനില ഓഷൻ പാർക്കിലാണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മനിലയിലാണ്. ഇത് ഒരു ഓഷനേറിയമാണ്. ഇത് സിംഗപ്പൂരിൻ്റെയും ഫിലിപ്പീൻസിൻ്റെയും സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അക്വേറിയം കൂടിയാണ് കേട്ടോ. ഇത് സാൽ പാർക്കിന് പിന്നിലായിട്ടാണ് ഈ മനില ഓഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനില ഓഷൻ പാർക്കിൻ്റെ വീഡിയോയിലോട്ടൊക്കെ പോകാം. സോ ലെറ്റ്സ് ഗോ. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 750 പെസോ ആണ് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് എൻട്രൻസിന് 750 പെസോ ആണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. നേരത്തെ അത് 3300 പെസോ ആയിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് എന്ത് ചെയ്തിരിക്കുന്നു, 750 പെസോ ആണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ് കേട്ടോ. മനില ഓഷൻ പാർക്കിനകത്തോട്ട് കയറി വരുന്ന എൻട്രൻസ് ആണ്. അടിപൊളി ഇതാണ് കേട്ടോ. അവിടെ ഒരു LCD ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ഹോട്ടൽസിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ താഴെയെല്ലാം റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എന്തോ നമുക്ക് വരുന്നവർക്ക് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. അവിടെ ഇതാണെങ്കിൽ ഓഷൻ അക്വേറിയമാണ് കേട്ടോ. ഇതിനകത്താണ് ഫിഷിൻ്റെതെല്ലാം വരുന്നതെല്ലാം ഇതിനകത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ ഇവിടെ കൊടുത്തായിരുന്നു. ഒരു ടിക്കറ്റൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല വ്യൂ കേട്ടോ. ഇതെന്ത് വലിയ മീനാന്ന് തോന്നുന്നത്. ഓക്കെ, എൻ്റെ പേരെന്താ? അരാപ്പൈമയാണ് കേട്ടോ. ഉണ്ടോ, എത്ര ലക്ഷം രൂപയുടെ മീനാന്ന് നോക്കിയാണ്ടോ. ഉണ്ട്, എന്ത് രസമാന്ന് നോക്കിയേ. വാവ്, ഉണ്ടോ ഗോപ്രോ വേണ്ടോ. ഇതിനകത്തൊക്കെ ചെറിയ ഏഞ്ചൽ ഫിഷുകളൊക്കെ ഉണ്ടോ. ഉണ്ടോ, ഏതൊക്കെ കളറാന്ന് നോക്കി. ഉണ്ട്, നീലയുണ്ട്, അടിപൊളിയാട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ ചെടിയുടെ ഒറിജിനൽ വേരാണ് കേട്ടോ. ഇത് അടിപൊളിയാന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് നല്ല രസമാണ് ഇത് കാണാൻ. നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പൊക്കെ കയറി നേരെ മേളിലെത്തുക. അവിടെ ഇത് തന്നെയാണ്. സൈഡിലെല്ലാം ഗാർഡനിങ് ആണ് കേട്ടോ. ഇതും മൊത്തം മുളയാണ് കേട്ടോ. മുളയിൽ നേരത്തെ ആഴത്ത് കണ്ട പോലത്തെ ഏതൊരു വേര് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. ഇത് ഒറിജിനൽ വേരാണ് കേട്ടോ. അത് കൈയൊക്കെ ഒട്ടുന്നുണ്ട് അത് പിടിച്ചപ്പോഴത്തേക്ക്. ജെയിൻ ഫിഷൊക്കെ കിടക്കുന്നത് കേട്ടോ. ഇതൊരു വലിയ മീനുകളാണ് കേട്ടോ ഇതിനകത്തുള്ള എല്ലാം. ഷാർക്ക് പോകുന്നുണ്ട് കേട്ടോ. ഏഞ്ചൽ ഫിഷ് ഉണ്ട്. പിന്നെ അതാണ്ട് ആമയുണ്ട് കേട്ടോ. ആമ ഇങ്ങനെ കറക്റ്റായിട്ട് നീന്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആമയുണ്ട്, വൈറ്റ് കളർ, അടിപൊളി വൈറ്റ്, പ്യുവർ വൈറ്റിലുള്ള ഫിഷ് ഉണ്ടോ. എന്ത് രസം, ഒരു കടലിൻ്റെ ഒരു ഫീലോടെയാണ് കേട്ടോ അത് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു ആമയാണെങ്കിൽ എൻ്റെ മേളിലിരിക്കുകയുണ്ടോ, പാറയുടെ മേളിലിരിക്കുകയുണ്ടോ. കണ്ടോ, ചെറിയൊരു ഞണ്ട് പോകുന്നുണ്ടോ. ഞണ്ടുണ്ട്, വേറെ എന്തോ തരം മീനോ എന്തോ ഐറ്റമാണ് കേട്ടോ. അത് മണലിൽ ഇങ്ങനെ തറച്ച് നിൽക്കുകയാണ്. പക്ഷെ അത് എന്താണെന്നുള്ള പേര് ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ. അതിങ്ങനെ പാമ്പ് തലയിട്ട് എണീറ്റ് നിൽക്കും പോലെയാണ് ഈ സംഭവം നിൽക്കുന്നത് കേട്ടോ. അതിനിടയിൽ വേറെ 1-2 ചെറിയ മീനുകളും ഉണ്ട്. അത് ഒത്തിരി എണ്ണം ഉണ്ട്. അതിൽ വേറെ കളറിലുള്ളതുണ്ട് കേട്ടോ. മഞ്ഞ, വെള്ളയും മഞ്ഞയായിട്ടുള്ളതുണ്ട്. മറ്റേത് വെള്ളയിൽ കറുത്ത സ്പോട്ടാണ് കേട്ടോ. ഇത് കടലിനടിയിൽ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് വേറെ ലെവലാണ്. കാരണം എന്ത് രസമുള്ള മീനുകളാന്ന് നോക്കി. ആ കറുപ്പിൽ വെള്ള സ്പോട്ടൊക്കെ ഉള്ള ഒരു മീൻ ആ പവിഴപ്പുറ്റുകൾക്കിടയിൽ കിടന്നു പോകുന്നത്. ഇതുകൊണ്ട് ബ്രൗണിൽ വെള്ള സ്പോട്ട്. ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കടൽ പെൻസിൽ ഉണ്ടോ. ഇതൊക്കെ അങ്ങ് ബാക്കിലിരിക്കുകയുണ്ടോ. കടൽ പെൻസിലിനെ മൂവ് ചെയ്യണുണ്ടോ. കടൽ പെൻസിലൊക്കെ ഉണ്ടോ. പല കളറിലുള്ള ഫിഷുകളാണ് ഉണ്ടോ ഇതിനകത്തുള്ള. ഒരു വയലറ്റ് കളറുണ്ട്. അതിൻ്റെ വാലൊക്കെ എന്ന് പറയുന്നത് യെല്ലോ ആണ് കേട്ടോ. നമ്മളെ കടലിനടിയിൽ കാണുന്ന അതേതാണ്. ലൈറ്റൊക്കെ കൊടുത്താണ് ഇതിനെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഫിഷ് ടാങ്ക് കണ്ടോ. ഇത് കടൽ കുതിരയാണ് കേട്ടോ. കണ്ടോ, എന്ത് രസമാണ് കാണാനത്.
2-3 കളറുണ്ട് കേട്ടോ. സീ ഹോൾസ് ഉണ്ടോ, ബ്ലാക്ക് ഉണ്ട്, പിന്നെ യെല്ലോ കളറിലുണ്ട്. അതിങ്ങനെ ഇരുന്ന് ആടി കളിച്ചുകൊണ്ടിരിക്കുക. വെറൈറ്റി കളറാണ് കേട്ടോ. ഒരു ബ്രൗണിഷ് കളറിലുള്ളതുണ്ട്, യെല്ലോയും ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ളതുണ്ട്. ഗ്രീൻ കളറിലുള്ളതുണ്ട് കേട്ടോ. ഗ്രീൻ കളറ്, ബ്ലാക്ക് ഉണ്ട്. ഓടുക അവിടെ നിന്നൊക്കെ ഉണ്ടോ. ഇതൊരു നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു കടലിനടിയിൽ പോയ ഒരു ഫീലാണ് കണ്ടോ. ഉണ്ടോ, എന്ത് വലിയ മീനുകളാന്ന് നോക്കി. സത്യം പറഞ്ഞാൽ നമുക്കിതൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്ന ഒരു അടിപൊളി വൈബാണ് കേട്ടോ. കുറേ കുടമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഉള്ള പോലത്തെ കുറേ കുടമൊക്കെ വെച്ചിട്ടുണ്ട് മീനുകൾക്ക് കയറി ഇരിക്കാൻ വേണ്ടി. ഇതെന്തോ ഒരു തരം മീനാണ് കേട്ടോ. പാമ്പ് പോലെ ഇരിപ്പുണ്ട്. പാമ്പിൻ്റെ തല വെളിയിലിട്ടിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അത് കണ്ടാലൊരു പാമ്പ് തന്നെയാണ് കേട്ടോ. അത് ഇങ്ങനെ വാതറൊക്കെ ഉണ്ടോ. അതുകൊണ്ട് വേറെ കളറും ഉണ്ട്. 2-3 കളറുണ്ട് കേട്ടോ. ഇതോ അങ്ങ് അറ്റത്ത് ആ പൈപ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് വെള്ളയിൽ കറുത്ത പുള്ളിയുള്ള ഇതിരിപ്പുണ്ട്. പിന്നെ ഇതാ ഒരു ബ്ലാക്ക് ഇരിപ്പുണ്ട്. ഇവിടെ വേറെ ഇരിപ്പുണ്ട് കേട്ടോ. ഒത്തിരി എണ്ണം കിടപ്പുണ്ട് കടൽ ഇത് വെള്ളത്തിൽ കണ്ടോ. ആണ്ട് എല്ലാവരും വാ തുറന്നുകൊണ്ടിരിക്കുക. ആ കുടത്തിനകത്തൊരെണ്ണം ഇരിപ്പുണ്ട്. ഇതൊക്കെ കുടത്തിനകത്ത് കയറി ഇരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ മൊത്തം. എന്ത് രസമെന്ന് നോക്കിയുണ്ടോ. ഇത് മീനുകളെല്ലാം കൂട്ടത്തോടെ വരെയാണ് കേട്ടോ. നമ്മൾ കടലിനടിയിൽ കാണുന്ന അതേ ഒരു ഫീലിങ്സ് ആണ്ടോ. ഏതൊക്കെ കളറാന്ന് നോക്കി. എന്താ ഉണ്ടോ, അതാ പോകുന്നു. വെള്ളയിൽ മറ്റേ ഫുൾ ഒരു മുകളിലെല്ലാം യെല്ലോ കളറിലുള്ള മീനാണ്ടോ. ഇത് റാബിറ്റ് ഫിഷാണ് കേട്ടോ. ഉണ്ടോ, ഇതൊരു വേറെ ലെവലാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന കടലിനടിയിലാണ് കേട്ടോ. അതായത് 2 ഗ്ലാസുകൾക്കിടയിൽ കൂടിയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൂടി കണ്ടോ പോകുന്നത് ഫുള്ള് കടലിനകത്തുള്ള മത്സ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് വസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തരത്തിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെറൈറ്റി മീനുകളാണ് കേട്ടോ എല്ലാം ഉള്ളത്. നമുക്ക് ഒത്തിരി ടൂറിസ്റ്റുകാരുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഈ ഗ്ലാസിൻ്റെ അതിനകത്തൂടിയാണ് നടന്ന് നമുക്ക് എന്ത് ചെയ്യാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വെറൈറ്റി മീൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കണ്ടിട്ട് വേണം എന്ത് ചെയ്യണം, നമുക്ക് അപ്പുറത്ത് പോകാൻ വേണ്ടി. കണ്ടോ, ഒരു വെള്ളയിൽ മഞ്ഞ കളറൊക്കെ ഉള്ള ഒരു മീൻ പോകുന്നുണ്ട്. ചെറിയ മീനുകളും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു വലിയ വലിയ മീനുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ അക്വേറിയത്തിലൊക്കെ ചെയ്തിരിക്കുന്ന അതേ ഇതാണ് കേട്ടോ. ഒരു കൂണൊക്കെ വെച്ചിട്ടുണ്ടോ. കൂണിൻ്റെ ഇടയിൽ ഫിഷുകൾ കണ്ടു നിൽക്കുന്ന ബ്ലാക്ക് ഫിഷ്, പിന്നെ വൈറ്റിൽ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെയുള്ള വെറൈറ്റി ഫിഷുകളാണ് കേട്ടോ. ഇതിപ്പോൾ ഈ സൈഡ് ഫുള്ള് ചെറിയ ചെറിയ ഫിഷുകളാണുള്ളത്. ഇതോ അവിടെ ആണെങ്കിൽ ഒരു തെരണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഒരു 2 കണ്ണൊക്കെ അതിങ്ങനെ തുറന്ന് തെരണ്ടി കിടപ്പുണ്ട് കണ്ടോ. അത് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാല് കണ്ടോ എന്ത് നീളമെന്ന് നോക്കി. ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതിനകത്ത് കാണാൻ പറ്റിയത്. നമ്മളിവിടെ കണ്ടിട്ടില്ലാത്ത പല തരത്തിലുള്ള ഫിഷുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന കല്ലുകളാണ് കേട്ടോ. അപ്പോൾ ആ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇത് ഫുള്ള് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി പേര് ഇവിടെ ഇത് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളാണ്, നല്ല റഷാണ് ഇന്നത്തെ ദിവസം ഇവിടെ. നല്ല ഷാർക്കാണ് കേട്ടോ, വലിയ ഷാർക്ക്. അതിങ്ങനെ അനങ്ങാതെ കിടക്കുന്ന നോക്കിയാ വലിയ ഷാർക്ക് കണ്ടോ. ഇത്ര എണ്ണം കിടക്കുന്നുണ്ട്, ഒന്നുപോലും അനങ്ങുന്നില്ല കേട്ടോ. ഒരു അനക്കം ഇല്ലാണ്ട് അങ്ങനെ അത് കിടക്കുക. ഇവിടെ മാജിക് ടാങ്കാണ് കേട്ടോ. നമുക്കിവിടെ ഫിഷിന് ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ ഫിഷ് ഒന്ന് കൊത്തിയിട്ട് പോകും കേട്ടോ. അയ്യോ കണ്ടോ, ഫിഷ് കൊത്തി അയ്യോ കൊത്തിയേ കണ്ടോ, ഫിഷ് കൊത്തി കണ്ടോ. കടലിനടിയിൽ പല ഫിഷുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി മത്സ്യങ്ങളാണ് ഇതിനകത്ത് കാണാനുള്ളത്. തെരണ്ടിയുണ്ട്, ഷാർക്കുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഫിഷ് ഇതിനകത്തുണ്ട്. ഇതൊരു ദൃശ്യവിസ്മയം കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത്. കണ്ടോ തെരണ്ടി മീൻ കണ്ടോ കിടക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ കുട്ടികൾക്കുള്ള ടോയ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്ത് രസമല്ലേ എല്ലാ മീനുകളും. അപ്പോൾ ഞങ്ങൾ ഈ മീനിൻ്റെ സെക്ഷനിലൊന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അത്
സീക്ക് അടിയിലായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് എല്ലാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിമനോഹരമാണ്. നിങ്ങൾ മീനുകളെല്ലാം കണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. പല തരത്തിൽ, പല സൈസിൽ, എത്രയെത്ര മീനുകളാണ് നമ്മൾ കടലിനടിയിൽ കാണാത്ത, അല്ല കടലിനടിയിലെന്നല്ല, നമ്മൾ കാണാത്ത എത്രയോ മീനുകളാണ് ഉള്ളതെന്നറിയോ. കടലിനടിയിലൊക്കെ പല മീനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ താഴത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് മേളിൽ വന്നപ്പോഴത്തേക്ക് കണ്ടോ, ഇതൊരു കടലാണ് കേട്ടോ. കടലിൻ്റെ സൈഡിലാണ് ഇതെല്ലാം ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതോ അങ്ങ് കണ്ടോ ഒരു ഷിപ്പൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഒരു വലിയ ഷിപ്പ് കിടപ്പുണ്ട്. അത് സൈസ് അതിൻ്റെ പകുതിയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ നമുക്ക് മീനൊക്കെ ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 200 പെസോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ തെരണ്ടി മീൻ, പിന്നെ ഷാർക്ക്, ഇങ്ങനത്തെ ഒത്തിരി മീനുകളതോ കാണുന്നുണ്ടോ. തെരണ്ടി അതോ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. അതിനുള്ള അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അന്റാർട്ടിക്കയുടെ ഒരു മാപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൗത്ത് പോൾ അന്റാർട്ടിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു മാപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇതിൽ അന്റാർട്ടിക്ക അനിമൽസിൻ്റെ ഒരു ഫ്ലക്സൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അവിടെ മനു അന്റാർട്ടിക്കയുടെ അവിടുത്തെ അനിമൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കണ്ടോ. കണ്ടോ, വാട്ട് ടു പ്രിപ്പയർ ഫോർ യുവർ ട്രിപ്പ് ടു അന്റാർട്ടിക്ക എന്ന്. ഇത് പെൻഗ്വിനൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. 4 പേർക്ക് 700 പെസോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെൻഗ്വിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഒത്തിരി പേര് കണ്ടോ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല കേട്ടോ. എന്ത് രസമെന്ന് നോക്കിയാൽ ഈ പെൻഗ്വിനൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടോ. വെള്ളത്തിൽ പെൻഗ്വിൻ ഓടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ ഒത്തിരി പെൻഗ്വിനെ കാണാം കേട്ടോ. ഇത് വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെൻഗ്വിൻ. അതിൻ്റെ ചിറകിലെന്തോ പച്ച സ്ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു അടിപൊളിയാണ് കേട്ടോ. ഇത് വേറെ ലെവലായത്. എന്നാ പറയാനാ, നമ്മൾ അന്റാർട്ടിക്കയിലൊക്കെ പോയാലേ ഇതിനെ കാണാൻ പറ്റുമോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്തു, പാർക്കിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് പെൻഗ്വിനൊക്കെ നേരിട്ട് കാണാൻ പറ്റി. ഒത്തിരി പെൻഗ്വിൻസ് കരയിലിരിപ്പുണ്ട് കേട്ടോ. ഒരു 2-3 മാത്രമേ വെള്ളത്തിൽ കിടന്ന് നീന്തുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം കരയിലായിരിക്കുന്ന കേട്ടോ പെൻഗ്വിൻസ്. കണ്ടോ, അവിടെ നോക്കുമ്പോൾ അറിയാം. ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി കുറേ പെൻഗ്വിൻസ് കരയിലിരിപ്പുണ്ട്. എന്താ പറയുക, വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ അറ്റത്ത് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഔട്ട് ഇസ് എ മേരി ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. കുറേ രാജ്യങ്ങളുടെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ത്യയുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ട്രീസൊക്കെ കണ്ടോ. റെയിൻഡിയറിൻ്റെ വണ്ടിയെല്ലാം ഇവിടെ ഉണ്ടോ. അതിലിങ്ങനെ ഒത്തിരി പേര് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ട് അത് വാഹനമൊക്കെ ഇവിടെ നിർമ്മിച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഒരു റെഡ് കളറാണ്, ഫുൾ റെഡ് കളറ്. അതിൽ ഒരു LED സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട്. പിന്നെ അവിടെ എന്താ 1-2 ക്രിസ്മസ് ഫാദറിനൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കളർ സ്റ്റാറൊക്കെ കൊടുത്തിട്ട് ഒരു കാണാനൊരു വൈബായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ എന്താ പറയുക, മഞ്ഞൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രതീതി ഉളവാക്കുന്ന ഒരു സംഭവം ചെയ്തിരിക്കുന്നത് കേട്ടോ അവരുടെ. ഇതിനാണെങ്കിൽ സാൻഡയുടെ അടുത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടോ. കൂടുതലും പെൻഗ്വിനും ഡോൾഫിൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ. ഇങ്ങനെയുള്ള വെറൈറ്റി കടൽ കുതിരയുടെ കളറിലൊക്കെ ഉള്ള ടോയ് ഉണ്ടോ, ഡോളുണ്ടോ. ഈ അക്വേറിയത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിൻ്റെ മോഡലിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പെന്നിന് വരെ അവർ ഡോൾഫിൻ്റെ ഒക്കെ വാലിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഷേപ്പ്. മനില ഓഷൻ പാർക്ക് ഉണ്ടോ. ഇതൊക്കെ ഒന്ന് മേടിക്കണമെന്നുണ്ട്. എന്താന്ന് നോക്കട്ടെ. 750 പെസയാണ് കേട്ടോ. ഇവിടെ മനില ഓഷൻ പാർക്ക്. ഇതൊക്കെ നമ്മൾ വന്നതിൻ്റെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇവിടെ മനില ഓഷൻ പാർക്കിൽ വന്നാൽ കാണാനുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്, ഇൻഡോറിലുള്ളത് കേട്ടോ, ഫങ്ഷൻ റൂം, ഇതെല്ലാമാണ് നമുക്കിവിടെ കാണാനുള്ളത് കേട്ടോ. നമ്മളൊരു മാളിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനുണ്ടോ അതുപോലത്തെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള ഒത്തിരി ടോയ്സ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ആൾക്കാരെ ഏതൊക്കെ തരത്തിൽ ആകർഷിക്കാൻ പറ്റുമോ അതെല്ലാം അവരിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പുള്ളി ഒരു സ്റ്റീലിൻ്റെ റിങ്ങൊക്കെ വെച്ച് അടിപൊളിയായിട്ട് റൗണ്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടോയ് കളക്ഷനാണ് കേട്ടോ. ഞാൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഗ്ലാസ്സിൽ അവർ ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു ജീപ്പിനെയൊക്കെ അവർ പൊക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞാൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ടോ. അവരടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഫോട്ടോയൊക്കെ എടുത്തു തരാം. അപ്പോൾ അതിന് വേണ്ടിയാണ്, അതിന് ഇത്ര പെസോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം. ഒരു ഫോട്ടോയ്ക്ക് 30 പെസോ 50 പെസോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ അതിന് വേണ്ടിയാണ് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത്. പിന്നെ ഈ ടോയ്സിലാണെങ്കിൽ
നമ്മുടെ ഈ 2 എൻഡ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് പറയുന്ന സംഭവം നമുക്കിവിടെ കേൾക്കാൻ പറ്റും. അതായത് ജെലി ഫിഷിൻ്റെ ഒരു ഡാൻസിങ് സീ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്താ പറയുക, ടിക്കറ്റ് കൊടുത്തിട്ട് വേണം എൻട്രൻസിനകത്ത് കയറാൻ. പക്ഷെ നമുക്ക് ഈ ജെല്ലി ഫിഷിനൊന്നും കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. നമുക്ക് ഇവിടെ വന്നപ്പം ജെല്ലി ഫിഷിനെയൊക്കെ കാണാൻ പറ്റി. ഇതൊരു ഗ്ലാസ്സിനകത്ത് അവർ ആണ് അത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പല കളർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ കളറ്. അപ്പോൾ ഇതെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ ഗ്ലാസ്സിൽ വന്നിങ്ങനെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അതൊരു പിങ്ക് കളറിൽ കണ്ടോ ലൈറ്റ് കത്തിയപ്പോഴത്തേക്ക്. അത് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ നീന്തി പോകുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഒരു അടിപൊളി വ്യൂ ആണ് ഇതൊക്കെ. അതൊക്കെ ഒരു വൈബാണ് കേട്ടോ അത്. നമുക്ക് ലൈനിൽ ക്യൂ ആയിട്ട് നിന്നിട്ട് വേണം അകത്ത് കയറാൻ കേട്ടോ. ഇവിടെയും അതേപോലെ തന്നെ നമ്മുടെ ടോക്കൺ ഇവിടെ കൊടുക്കുക. നമ്മുടെ പാമ്പുകളുടെ ഇഗ്വാനകളുടെ ഒക്കെ ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു പാമ്പൊക്കെ ഇങ്ങനെ മരത്തിൽ കിടപ്പുണ്ട് കേട്ടോ. കളറുണ്ടോ, നല്ല പച്ചയും മഞ്ഞയും കൂടിയുള്ള ഇഗ്വാന. മറ്റേ ഇച്ചിരി ഡാർക്ക് പച്ചയും ബ്ലാക്കും എല്ലാം കൂടി ചേർന്നതാണ്. എൻ്റെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് കണ്ടോ, കണ്ണ് പോലും അത് അനക്കാതെ അങ്ങനെ ഇരിക്കുക കേട്ടോ. എൻ്റെ കാലെന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ് കേട്ടോ. നല്ല നീളമുള്ള കാലാണ് കേട്ടോ. നഖമൊക്കെ നോക്കി തലയൊക്കെ ഉണ്ടോ. തലയിലാണെങ്കിൽ കറുത്ത കളറ്, പിന്നെ ബാക്കിയുള്ളൊരു ഓറഞ്ച് കളർ പോലത്തെ. എൻ്റെ നഖം എന്ത് വലുതാണ്. തലയിൽ കണ്ടോ ഒരു മഞ്ഞ നിറത്തിലുള്ള യെല്ലോ കളറിലുള്ള ലൈനാണ് അതിനുള്ള കണ്ടോ. ഷെയ്ഡ് കണ്ടോ, മിണ്ടാതെ അങ്ങനെ കിടക്കുക അത്. ഇത് വേറൊരു ഇഗ്വാന ഉണ്ടോ. അത് ഫുള്ളി ഓറഞ്ച് കളറാണ്. അതിൻ്റെ പുറത്ത് മൊത്തം കറുത്ത സ്പോട്ട് പോലത്തെ ഒരു ഇഗ്വാന കേട്ടോ. ഏതാണ്ടോ ഒരു അടിപൊളി പാമ്പ് കേട്ടോ. അതിൻ്റെ തലയൊന്നും കാണാൻ പറ്റുന്നില്ല. വെള്ള മഞ്ഞ കളറിൽ സ്പോട്ടായിട്ടുള്ള അതിൻ്റെ തല, അതിൻ്റെ മരത്തിൻ്റെ ആ തടിക്കഷ്ണത്തിൻ്റെ ഇടയിലാണ് അത് വെച്ചിരിക്കുന്നത്. നേരത്തെ കണ്ടത് നമ്മളെ മഞ്ഞയായിരുന്നു കേട്ടോ. ഇത് വേറെ കളറാണ് കേട്ടോ. അത് നാക്കൊക്കെ വെളിയിലിട്ട് ഇങ്ങനെ ആക്കുക. അങ്ങനെ ഞാൻ പാമ്പിനെയൊക്കെ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇതാ ഒരു പാമ്പിനെ എൻ്റെ കയ്യിലൊക്കെ വെച്ച് തന്നു കണ്ടോ. പാമ്പ് എന്ത് ഇങ്ങനെ ചുരുണ്ട് കയ്യിലിങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാമ്പിനെയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പാമ്പിനെ തൊടാനും പറ്റി, കയ്യിലെടുത്ത് വെക്കാനും പറ്റി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ നമ്മുടെ കയ്യിലെടുത്ത് വെച്ച് തരും. നമുക്കവിടെ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അവിടെ പക്ഷേ നമുക്ക് പേഴ്സണൽ ഫോട്ടോസൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അവർ പറയുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പാമ്പ് നമ്മുടെ എന്താ പറയുക ചെറുതായിട്ട് അവർ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനെ നമ്മുടെ കയ്യിലോട്ട് അവർ വെച്ച് തരികയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പാമ്പിനെ കയ്യിലെടുക്കുന്നത്. തൊടാനും പറ്റി, കയ്യിലെടുക്കാനും പറ്റി കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. കല്ലുണ്ടോ അവരെല്ലാം ചെയ്തിരിക്കുന്നുണ്ടോ, കരിങ്കല്ലൊക്കെ വെച്ച് ഉണ്ടോ. ഓരോരോ കല്ലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ ചെയ്തിരിക്കുന്നുണ്ടോ. ഇവിടെ ഫിഷ് പായും അണ്ടർ വാട്ടറിങ്ങിൻ്റെ ഒക്കെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കണം കേട്ടോ. അതൊക്കെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവിടെ നമ്മളെടുത്തപ്പോഴത്തേക്ക് ടിക്കറ്റ് റേറ്റ് കുറവായിരുന്നു. ഇപ്പം 750 പെസോയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായിരിക്കാം ഇപ്പോൾ ടിക്കറ്റ് കുറവുള്ളത് കേട്ടോ. ഒരു ഈഗിള് ഇരിക്കുന്നതൊക്കെ ഇവിടെ ഉണ്ടോ. റൊട്ടി അവർ ചൂടാക്കി ഉണ്ടോ. അതിൽ വെജിറ്റബിൾസൊക്കെ വെക്കുന്നുണ്ടോ. സലാഡ് ഐറ്റംസ് എല്ലാം വെച്ച് ഇനി അതിൻ്റെ കൂടെ അവർ ബീഫ് കുറച്ച് അതെന്ത് ചെയ്യുന്നു അവർ വയ്ക്കാൻ കൂടി എടുത്ത് അവരെന്ത് ചെയ്യുന്നു അടുത്തതിനെ ആ കവർ പാക്കറ്റിനകത്താക്കി വയ്ക്കുന്നുണ്ടോ ആക്കി അങ്ങനെ മേടിക്കണം. എന്നാൽ ഞങ്ങളുടെ ഒരു പാക്കറ്റ് കിട്ടി. ഇതാ ഷവർമ കേട്ടോ. വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. ബീഫിൻ്റെ ക്വാണ്ടിറ്റി നന്നായി കുറവാണ്. അത് പോയിട്ട് സലാഡ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ മറ്റേ സോസ് ശകലം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കുഴപ്പമില്ല. ഇപ്പം ഇത് നല്ല ചൂടോടെ അവർ ചുട്ട് തന്നത് കേട്ടോ. ചൂടോടെ അവർ പ്രിപ്പയർ ചെയ്ത് തന്ന സാധനം.
നമുക്ക് ഈ മൻല ഓഷൻ പാർക്ക് ഫുള്ള് കാണണമെങ്കിൽ ഒരു ദിവസം മൊത്തം വേണം കേട്ടോ, എങ്കിൽ തന്നെ ഇത് മൊത്തം കണ്ടു തീരത്തുള്ളൂ. അത്രയ്ക്കുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബാറ്റ്സിൻ്റെയും അനിമൽസിൻ്റെയൊക്കെ ഷോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മൊത്തം പരസ്യങ്ങളാട്ടോ, പെപ്സിയുടെ പരസ്യമൊക്കെ അവർ എന്താ പറയുക ഗാലറിയിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി പേർക്ക് വന്നിരുന്ന് ആ ഷോ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വാട്ടർ തീം പാർക്കിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും ഇപ്പോൾ ഓപ്പണിംഗ് അല്ല. ഇപ്പോൾ കുറേ പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ഒത്തിരി ഗൈഡ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വാളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നതാണ്. ഈ ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതെല്ലാം വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാരുണ്ട് കാണാൻ വേണ്ടി. ഷോ ഇപ്പം നമുക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒത്തിരി കൊച്ചുകുട്ടികളും വലിയ ആൾക്കാരും എല്ലാം ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഷോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ പ്രോഗ്രാമൊക്കെ ഇവിടെ തുടങ്ങാൻ പോകട്ടോ. അവിടെ മൈക്കിൽ അനൗൺസ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമുക്കിനി ഷോ കാണാം. അത് ഒരു ബേർഡൊക്കെ അവിടെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകാം കേട്ടോ. അങ്ങനെ അതുകൊണ്ട് അത് ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്യണ്ടോ. എന്ത് രസം, അടിപൊളിയല്ലേ. Hello everybody and welcome to Manila Ocean Park All-Star Bird Show with me, Trainer Nike. Now here's an object that I will hide under one of these three silver cups. So where do you want me to put this object? On your left, on your right, or in the middle? Now which side? Left, right, or middle? Okay, so let's put it right here. Now let's go on our second bird, Dazzle. Dazzle is our super crested cockatoo. Scientific name Kakatua galerita. They inhabit in open woodlands and forests along the east coast of Australia. They are vernal birds and can mimic almost any sound. They typically eat in seeds, nuts, fruits such as durian, papaya, and rambutan. And they also love corn. Now guys, do you think Dazzle has the ability to find the hidden object? If yes, then say, you can do it, Dazzle! Come on, Dazzle, you can do it! Oh, it says I. Come on, Rocky, you can do it! Second score for Sassy, and it's a tie! And for the last one, Sassy wins! And winner wins! Parrots are particularly known to its correct blood. Just like Sassy, British is from South America, and they are known to be the gentle giants of the parrot family. It is because they are the second largest, next to the hyacinth macaws. They can grow up to 92 centimeters in length and can live up to 8 years old. Scientific name is Araquarophera. They usually eat the seeds, nuts, salts, and minerals along the river banks. And for the last sheep, there you go, Belgian Pride, round of applause for Sassy with Trainer.
ഇവിടെ ബേർഡ്സിനും ആനിമൽസിനും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി ട്രെയിനിങ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മനില ഓഷൻ പാർക്കിലെ ഏകദേശമുള്ള എല്ലാ എന്താ പറയുക പ്രോഗ്രാംസ് എല്ലാം കണ്ടു. ബേർഡ്സിൻ്റെ ഷോസൊക്കെ കണ്ടു, പിന്നെ ഫിഷിൻ്റെ അത് കണ്ടു, സ്നാക്സിൻ്റെ കണ്ടു. അങ്ങനെ എല്ലാ പ്രോഗ്രാംസ് ഏകദേശമൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളങ്ങനെ മനില ഓഷൻ പാർക്കിന് ബൈ പറയാണ് കേട്ടോ. ബൈ പറഞ്ഞ് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലങ്ങളിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you.